പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം ദ്രുതഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ടൊരു 12-13 ദിവസം, ഇപ്പോൾ ഏതാണ്ടൊരു 10 ദിവസം കഴിഞ്ഞിരിക്കുന്നു അന്വേഷണം ആരംഭിച്ചിട്ട്. ആ പെരുങ്കൊള്ളയുടെ പ്രഭവ സ്ഥാനത്ത് നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന അയാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത ഘട്ടത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ 24 ആകുമ്പോഴത്തേക്കും അവരുടെ ആദ്യ ഇടക്കാല റിപ്പോർട്ട് അവർ കോടതിയിൽ സമർപ്പിക്കും. വളരെ കാര്യക്ഷമമായിട്ടാണ് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാദഗതികൾ എല്ലാം വരുന്നുണ്ട്. പക്ഷേ ഞാൻ അതിനോടൊന്നും ഇപ്പോൾ തൽക്കാലം യോജിക്കാനുള്ള തെളിവുകളൊന്നും എൻ്റെ മുന്നിലില്ല. സുഹൃത്തുക്കളെ, എനിക്കിന്ന് ഈ വീഡിയോയിലൂടെ ആ അന്വേഷണ സംഘത്തോട് ഒരു സുപ്രധാന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഉള്ളത്. അത് ഈ അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യത്തിൻ്റെ മുൾമുനയിലേക്ക് എത്രയും പെട്ടെന്ന് വരേണ്ട ഒരു വ്യക്തിയെക്കുറിച്ചിട്ടാണ്. അത് വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുവരെയുള്ള പ്രവർത്തനം വെച്ച് കാണുമ്പോൾ അത് വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഇതിനു മുമ്പ് തന്നെ പല വീഡിയോകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വ്യക്തിയുടെ പേര്, ആ വ്യക്തി പോലീസിലെ 2ാം സ്ഥാനക്കാരനാണ്. ഇപ്പോൾ DGP റവാഡ ചന്ദ്രശേഖർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വാധീന ശക്തിയുമായി നിൽക്കുന്ന ADGP S ശ്രീജിത്ത് IPS എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ടിട്ടാണ് എനിക്ക് ചില കാര്യങ്ങൾ പ്രേക്ഷകരോടും പ്രത്യേക അന്വേഷണ സംഘത്തോടും എനിക്ക് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, എനിക്ക് പൊതുവിൽ പറയാനുള്ളത്, ഈ പ്രത്യേക അന്വേഷണ സംഘം അവരുടെ ചോദ്യമുനയിലേക്ക്, ഒരുപക്ഷെ അവരുടെ പ്രതിപട്ടികയിലേക്ക് പോലും എത്രയും പെട്ടെന്ന് കൊണ്ടുവരേണ്ട ഒരു കഥാപാത്രം ADGP S ശ്രീജിത്ത് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നാണ് എനിക്ക് പറയാൻ. അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് ഞാൻ ഇനി വ്യക്തമാക്കാം. സുഹൃത്തുക്കളെ, 2-3 കാര്യങ്ങളാണുള്ളത്. ഞാൻ ഇതിനു മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടാണല്ലോ ശബരിമലയിൽ ഈ കൊള്ള ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞാൽ 2017 അല്ലെങ്കിൽ 19 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിൽ ആണല്ലോ ഇപ്പോൾ കൊള്ള നടന്നതായി നമ്മൾ മനസ്സിലാക്കുന്നത്. ആ കാലഘട്ടത്തിൽ ശബരിമലയിൽ ഏറ്റവും സജീവ സാന്നിധ്യമായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ശ്രീമാൻ ശ്രീജിത്ത് IPS. അയാൾ SP ആയിരുന്ന സമയത്ത്, DIG ആയിരുന്ന സമയത്ത്, IG ആയിരുന്ന സമയത്ത്, DIG ആയിരുന്ന സമയത്ത്, IG ആയിരുന്ന സമയത്തും ADGP ആയിരുന്ന സമയത്തും ഒക്കെ തന്നെ പലതരത്തിലും പല രൂപത്തിലും പല ഭാവത്തിലും കഴിഞ്ഞ ഒരു 10 പതിറ്റാണ്ട് കാലത്ത് ശബരിമലയിൽ ഏറ്റവും കൂടുതൽ സാന്നിധ്യമുണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ശ്രീമാൻ S ശ്രീജിത്ത് IPS ആയിരുന്നു എന്ന് നമുക്ക് സംശയലേശമന്യേ പറയാൻ കഴിയും. ഇപ്പോൾ കുറച്ച് കാലങ്ങളായി അദ്ദേഹം ശബരിമലയിൽ കോർഡിനേറ്ററാണ്. നമുക്കറിയാമല്ലോ, അതിനു മുമ്പ് രഹ്ന ഫാത്തിമ എന്ന് പറഞ്ഞൊരു സ്ത്രീയെ വേഷം മാറ്റിച്ച് ഈ 2019 മറ്റോ ശബരിമലയിൽ അയാൾ കൊണ്ടുപോയിരുന്നു. അവസാനം വലിയ വിമർശനം വന്നപ്പോൾ അവിടെ നിന്നൊരു കള്ളക്കരച്ചിലൊക്കെ നടത്തിയതൊക്കെ നമുക്കറിയാം. ഏതാണ്ട് അന്ന് ആ കാലഘട്ടം മുതൽ തന്നെ മിക്കവാറും ശബരിമലയിലെ സജീവ സാന്നിധ്യമാണ് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ. അപ്പോൾ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ശബരിമലയിൽ സാന്നിധ്യമായിരുന്ന സമയത്താണ് ഈ ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ഈ പെരുങ്കൊള്ള, ഈ ഡേലൈറ്റ് റോബറി നടന്നിട്ടുള്ളത്. 2019 മുതൽ 2025 വരെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഈ പെരുങ്കൊള്ള നടത്തുമ്പോൾ ശബരിമലയിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ശബരിമലയിൽ ഉണ്ടായിരുന്ന ഭൗതിക സാന്നിധ്യം ഉണ്ടായിരുന്ന പോലീസിലെ ഏറ്റവും ഉന്നതൻ ആര് എന്ന് ചോദിച്ചാൽ അത് ശ്രീജിത്ത് IPS എന്നീ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന നിരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? ഉണ്ണികൃഷ്ണൻ പോറ്റി കൊള്ള നടത്തുന്ന സമയത്ത് മുഴുവൻ പോലീസ് അധികാരങ്ങളുള്ള ഉന്നതനായിട്ടുള്ള S ശ്രീജിത്ത് IPS എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ ശബരിമലയിൽ ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തിയത്, പീഠം അവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള തട്ടിപ്പ് നടത്തിയത്, വാതിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള തട്ടിപ്പ് നടത്തിയത്, കട്ടള കൊണ്ടുപോകാനുള്ള തട്ടിപ്പ് നടത്തിയത്. ഈ തട്ടിപ്പ് ഇയാൾ നടത്തിയ സമയത്ത് മുഴുവൻ ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പോലീസ് അധികാരങ്ങളൂടെ അവിടെ വാഴുകയായിരുന്നു.
ഈ കാലഘട്ടത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം അധികൃതരുടെ കൂടി ഒത്താശയോടുകൂടി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചേർന്ന് ദേവസ്വം ഭരണാധികാരികളുമായിട്ട് ചേർന്ന് ശബരിമലയിൽ ഈ പെരുങ്കൊള്ള മുഴുവൻ നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായി ഇയാൾ ഈ പെരുങ്കൊള്ള നടത്തുമ്പോൾ ഈ ശ്രീജിത്ത് IPS എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അറിവില്ലാതെ നടത്താൻ പറ്റുമോ സുഹൃത്തുക്കളെ? അയാളെ തടയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടോ? അപ്പം ദേവസ്വം വിജിലൻസിന് പോലീസ് അധികാരമില്ല. അവർക്ക് സംഭവം നടന്നാൽ അത് കണ്ടുപിടിക്കാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ പോലീസ് അധികാരം ഇയാളുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. ഇയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ തട്ടിപ്പ് തടയാൻ എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ഒന്നും ശ്രമിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ കൊള്ള നടത്താൻ വേണ്ടിയിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സർവ്വവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്, പോലീസിൻ്റെ ഭാഗത്ത് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത് ശ്രീജിത്ത് IPS ആയിരുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരില്ലേ സുഹൃത്തുക്കളെ? കാരണം ഈ അറ്റകുറ്റപ്പണികൾ മുഴുവൻ ശബരിമലയിൽ വെച്ച് നടത്താൻ പാടുള്ളൂ എന്നുള്ള വിവരം, പിന്നെ ഈ മാനുവലിലുള്ള വിവരം ശ്രീജിത്ത് IPSന് അറിയാൻ പാടില്ല എന്നിട്ടാണോ? അല്ലല്ലോ, ഒരിക്കലുമല്ല. അപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കഴിഞ്ഞ 8-9 വർഷക്കാലമായി ശബരിമലയിൽ നടത്തിയ കൊള്ള മുഴുവൻ ശ്രീജിത്ത് IPS എന്ന് പറഞ്ഞ ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ അറിവോടും അനുവാദത്തോടു കൂടിയും അതിലുപരി സംരക്ഷണയിലുമായിരുന്നു എന്നുള്ളത് വ്യക്തമല്ലേ? പകൽ പോലെ വ്യക്തമല്ലേ? അയാൾ വിചാരിച്ചിരുന്നെങ്കിൽ ഇത് മുഴുവൻ തടയാൻ പാടില്ലായിരുന്നോ? അയാൾ തടയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചില്ല. കാരണം അയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഇത് മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത്. 1. 2, ഈ ഉദ്യോഗസ്ഥൻ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കൊണ്ടിരുന്നത് എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം P. ശശിയുടെ ഏറ്റവും അടുത്ത ഒരു സഹകാരിയായിരുന്നു ഈ പിന്നെ ശ്രീജിത്ത് IPS. ശ്രീജിത്ത് IPSനെ ഉന്നത സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന മുഴുവൻ P. ശശിയാണ്. P. ശശി അറിയാതെ ശ്രീജിത്ത് ശബരിമലയിൽ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കും എന്ന് നമുക്ക് കരുതാൻ പറ്റുമോ സുഹൃത്തുക്കളെ? ഒരിക്കലുമില്ല. അപ്പോൾ രണ്ടാമതായി, 1, ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നടത്തിയ കൊള്ളയ്ക്ക് മുഴുവൻ കൂട്ടുനിന്ന് അതിന് മുഴുവൻ സംരക്ഷണം ഒരുക്കിയത് ADGP ശ്രീജിത്ത്. 2, ഈ കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ മുഴുവൻ ശശിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിൻ്റെ ഒരുപക്ഷെ ശശിയെ ഭാഗവാക്കാക്കിയോ എന്ന് പോലും സംശയിക്കാൻ കഴിയുന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഈ വിഷയം കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ആൾ DGP ശ്രീജിത്താണ്. 3, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാംഗ്ലൂർ ബന്ധം. ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള ഉന്നതന്മാർ പലരും ഇതിനകത്ത് ഇടപെട്ടിരുന്നു എന്നാണല്ലോ പറയുന്നത്. ആ ബന്ധം കോർഡിനേറ്റ് ചെയ്തതും ശ്രീജിത്താണോ എന്നുള്ള നിലയിലുള്ള സംശയങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? ബാംഗ്ലൂരുള്ള ഒരു ജ്വല്ലറി ഉടമ, കേരളത്തിൽ വേരുകളുള്ള ഒരു ജ്വല്ലറി ഉടമ, ബാംഗ്ലൂരുള്ള വലിയൊരു ജ്വല്ലറി മേഖലയിലെ വലിയൊരു സാന്നിധ്യം, അതിൻ്റെ ഉടമ പോലീസിന് ഒരു ആംബുലൻസ് കൊടുക്കുന്നു. അതാരാണ് കോർഡിനേറ്റ് ചെയ്തത് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ? അത് ശ്രീജിത്ത് തന്നെയാണ് അത് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ബാംഗ്ലൂരിലുള്ള ഒരു ജ്വല്ലറി ഉടമ കേരള പോലീസിന് ഒരു ആംബുലൻസ് മേടിച്ചു കൊടുക്കുന്നു. ആ ആംബുലൻസ് മേടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചതാരാ? ഉണ്ണികൃഷ്ണൻ പോറ്റിയ. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇടനിലക്കാരനായി നിർത്തിക്കൊണ്ട് ആ ബാംഗ്ലൂരിലുള്ള ജ്വല്ലറി ഉടമകളുമായിട്ട് ഇടപെട്ടിരുന്നതിലും ശ്രീജിത്തിന് മുഖ്യമായിട്ടുള്ള പങ്കുണ്ട് എന്ന് നമുക്ക് കരുതേണ്ടി വരില്ലേ സുഹൃത്തുക്കളെ? അതിൻ്റെ കാരണം എന്താ? ഈ ആംബുലൻസിൻ്റെ താക്കോൽദാന ചടങ്ങിൽ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ തന്നെ പങ്കെടുപ്പിച്ചു. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശ്രീജിത്തും കൂടെ ചേർന്നുകൊണ്ടാണ് എന്നുള്ളത് വ്യക്തമല്ലേ? ആ താക്കോൽദാനം നടത്തുന്ന ആ ചടങ്ങിൽ P. ശശി ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട്. ആ ആംബുലൻസ് കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വന്ന് ADGP ശ്രീജിത്തിന് പൊന്നാട അണിയിക്കുന്ന ചിത്രം നമ്മൾ കണ്ടത്. അവിടെ നിന്നല്ലേ ഈ വിവാദം പിന്നെ പുറപ്പെട്ടു വന്നത്. അപ്പോൾ ഇതൊക്കെ മൊത്തത്തിലെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഈ തട്ടിപ്പ് മുഴുവൻ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അയാൾക്ക് ആവശ്യമായിട്ടുള്ള സഹായവും ഒത്താശയും സംരക്ഷണവും കൊടുത്തിക്കൊണ്ടിരുന്നത് ശ്രീജിത്ത് IPS. 2, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഇത് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ശ്രീജിത്ത് IPS. 3, ഉണ്ണികൃഷ്ണൻ പോറ്റിയും ബംഗളൂരിലുള്ള ഉന്നതരുമായി ചേർന്നുകൊണ്ട് പോലീസിന് ഒരു ആംബുലൻസ് മേടിച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടനില ഇടപാട് നൽകി പിന്നെ നേതൃത്വം കൊടുത്തിരുന്നതും ശ്രീജിത്ത് IPS. ഇതിനപ്പുറം ശ്രീജിത്ത് IPSന് ഈ പെരുങ്കൊള്ളയിലുള്ള പങ്കിനെ കുറിച്ചിട്ട് വേറെ എന്ത് പറയാനാണ് സുഹൃത്തുക്കളെ നമുക്ക്? എന്ന് മാത്രമല്ല, ഈ അന്വേഷണം അട്ടിമറിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഹൈക്കോടതിയിൽ നിന്ന് ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു ഓർഡർ ഒരു ഉത്തരവ് വന്ന ആ ഒക്ടോബർ 6-ാം തീയതി തന്നെ കേരളത്തിലെ എല്ലാ സൈബർ പോലീസ് സ്റ്റേഷനുകളെയും തൻ്റെ നിയന്ത്രണത്തിലേക്ക് ആക്കുന്ന ഒരു ഉത്തരവും ഇറക്കി ഈ ADGP ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ.
സാധാരണത്തിൽ ഇതുപോലുള്ള ഉത്തരവുകൾ ഇറക്കുന്ന എല്ലാ DGP-മാരാണ്. പക്ഷേ ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ പിന്നെ അവരെല്ലാം മറികടന്നുകൊണ്ട് അന്നൊരു ഉത്തരവ്. അപ്പം ഈ അന്വേഷണം അട്ടിമറിക്കാൻ അയാളുടെ ഭാഗത്തുനിന്ന് ശ്രമങ്ങളുണ്ട്. അതുകൊണ്ട് കാര്യക്ഷമമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ സംശയമുനയിലേക്ക്, അവരുടെ അന്വേഷണത്തിലേക്ക് ഈ ADGP ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ എത്രയും പെട്ടെന്ന് അവർ കൊണ്ടുവരണം എന്നാണ് എനിക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് പറയാനുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ കൊള്ള നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും, എല്ലാ ഒത്താശകളും, എല്ലാ സുരക്ഷയും കൊടുത്തിരുന്നത് ഈ ശ്രീജിത്ത് IPS എന്ന് പറഞ്ഞിട്ടുള്ള ഉദ്യോഗസ്ഥനായിരുന്നു. ഇയാളെ തടയാൻ എല്ലാ കാര്യങ്ങളും ശ്രീജിത്ത് IPS-ന് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അതൊന്നും ഇയാൾ ചെയ്തില്ല. ചെയ്യാതെ എല്ലാ സഹായം ചെയ്തു കൊടുത്തു. ബാംഗ്ലൂരിൽ ഇതിൻ്റെ പുറകിൽ കളിച്ച ഉന്നതരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോർഡിനേഷനും ഇയാളാണോ നടത്തുന്നുള്ള സംശയം ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഉദ്യോഗസ്ഥനെ സംശയമുനയിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള ഇയാൾ ഇത് രക്ഷപ്പെടുകയും ഇത് അട്ടിമറിക്കുകയും ചെയ്യും എന്ന് നമ്മൾ കാണണം. ഈ ഉദ്യോഗസ്ഥന് ഒട്ടേറെ നിക്ഷിപ്ത താല്പര്യക്കാരുമായിട്ട് ബന്ധങ്ങളുണ്ട്. ഇയാൾ 2014 സസ്പെൻഷനിൽ പോയ ഉദ്യോഗസ്ഥനാണ്. പിന്നീട് രാഷ്ട്രീയ നേതാക്കന്മാരെ എല്ലാം സ്വാധീനിച്ച് ആദ്യം സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥനേക്കാൾ കീഴ്നിലയിലുള്ള സ്റ്റാറ്റസുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷിപ്പിച്ചാണ് അയാൾ രാഷ്ട്രീയക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ഈ അന്വേഷണങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെട്ടു പോയത്. പക്ഷേ അയാൾക്ക് ഒരുപാട് നിക്ഷിപ്ത താല്പര്യക്കാരുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. 2014 അയാളെ സസ്പെൻഡ് ചെയ്തൊരു DIG ആണെങ്കിൽ അയാൾ കുറ്റവിമുക്തനാക്കപ്പെട്ടത് ആ DIGക്ക് താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷണം നടത്തിച്ച് രാഷ്ട്രീയ അതത് കാലത്തെ ഭരണാധിപന്മാരുടെ സഹായത്താലാണ്. കഴിഞ്ഞ UDF-ൻ്റെ കാലത്ത് UDF-ൻ്റെ നേതാക്കന്മാരെ ഉപയോഗിച്ചുകൊണ്ട് അയാൾ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ ഇന്ന് അയാൾ പിണറായി സർക്കാരിലെ പ്രധാനപ്പെട്ട ഉന്നതരെ ഉപയോഗിച്ചുകൊണ്ട് അയാൾ രാഷ്ട്രീയത്തിൽ തുടരുകയാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നിക്ഷിപ്ത താല്പര്യങ്ങളുമായി ബന്ധമുള്ള ഉദ്യോഗസ്ഥനാണ് ശ്രീജിത്ത് എന്നുള്ളത് അന്വേഷണ സംഘം മനസ്സിലാക്കണം. ഈ കൊള്ള കൊടുക്കലിൽ ഏറ്റവും നിർണായക സ്ഥാനത്ത് നിർത്തേണ്ട ഒരാളാണ് ADGP ശ്രീജിത്ത് എന്നുള്ളത് അന്വേഷണ സംഘം മനസ്സിലാക്കണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ അന്വേഷണത്തിൻ്റെ മുൾമുനയിലേക്ക്, സംശയത്തിൻ്റെ മുൾമുനയിലേക്ക് കൊണ്ടുവരികയും കഴിയുമെങ്കിൽ പ്രതിയാക്കുവാൻ തന്നെ അന്വേഷണ സംഘം തയ്യാറാവണം എന്നാണ് എനിക്ക് അന്വേഷണ സംഘത്തോട് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ പ്രേക്ഷകരും ഇയാൾ എത്രയും ഈ പെരുങ്കൊള്ളയിൽ ഇയാൾക്കുള്ള നിർണായക സ്ഥാനം എത്രയാണെന്ന് പ്രേക്ഷകരും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.